നമസ്കാരം. ഞാൻ എങ്ങനെ വീഡിയോ പിടിക്കാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, ജോ ആയിരുന്നു എൻ്റെ ആളൊക്കെ. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിലും അങ്ങനെ വരാറൊന്നുമില്ല. ഇപ്പം ആ യൂട്യൂബിൽ നിന്ന് മെസ്സേജ് വന്നു എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണമെന്ന്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ നെയ്ബർ ഉണ്ട് ലെവാനി വിളിച്ചിട്ട് പറഞ്ഞു, ലെവാനിയുടെ കുറച്ച് താറാവിൻ്റെ മുട്ടയും ഒരു 3 താറാമുട്ടയുണ്ട്, അതൊന്ന് വിരിയിച്ച് തരുമോ, കാരണം ജോയുടെ ഇൻക്യുബേറ്റർ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻക്യുബേറ്റർ 2 ഇരിപ്പുണ്ട്, മേളിൽ 2ാം നിലയിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് എടുത്തിട്ട് വിരിഞ്ഞാൽ പറഞ്ഞാൽ അതിനെന്താ, ഞാനങ്ങനെ അത് പൊടിയൊക്കെ തട്ടി താഴെ കൊണ്ടുവന്ന് ഇന്ന ഒരു മുട്ട കൊണ്ടുവന്ന് വന്നു. അപ്പം അതാണ് ഇപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ. 17 താറാവിൻ്റെ മുട്ടയും ഒരു 3 താറാമുട്ടയും വെച്ച് എന്താണ് പിന്നെ ജോയുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് റെഫറൻസ് എടുത്തത്. കാരണം ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്തായിരുന്നു ജോയും മോനും ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത ആളാണ്. അപ്പം എന്നാലും നമുക്ക് നോക്കാം വിരിയോ ഇല്ലയോ എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പം യൂട്യൂബ് എല്ലാവരും കാണണം, സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ യൂട്യൂബ് ഇപ്പം മോൻ പോയ പിന്നെ ജോ ഒന്നും ചെയ്യാറില്ല. അപ്പം യൂട്യൂബിൽ നിന്ന് 2-3 പ്രാവശ്യമായി മെസ്സേജ് വരണേ, അതിങ്ങനെ ഒന്നും ആക്റ്റീവ് ആക്കിയിട്ടില്ലെങ്കിൽ അവരത് ക്ലോസ് ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അപ്പം മോണിറ്റൈസേഷനൊക്കെ ആയതാണ്. അപ്പം അതൊന്ന് എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇനിയിപ്പോൾ സമയത്ത് ടൂറിസം ഒന്നും നടക്കുന്നില്ലല്ലോ, ഇപ്പോൾ യുദ്ധവും ഇതൊക്കെ ആയതുകൊണ്ട്. അപ്പം തൽക്കാലം ഇതിലേക്കൊക്കെ തിരിയാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്കും ഒരു പാസ്റ്റ് ടൈം, ഞാനും ബിസി ആയിട്ടിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ജോ ആണെങ്കിൽ മോനും ആണെങ്കിൽ അതിലേറെ ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അതിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇടാവേ, ഞാൻ ആ ഇൻക്യുബേറ്ററിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടുന്നുണ്ട് ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ, എത്ര മുട്ട വെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇതാണ് ഞാൻ ഇത് നോക്കിയിട്ട് സെറ്റാക്കണേ. ജോയുടെ പഴയ യൂട്യൂബ് വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് നോക്കിയിട്ടാണ് ഞാൻ സെറ്റാക്കുന്നത്. അപ്പോൾ സെറ്റാക്കി ഞാൻ കഴിഞ്ഞു, എല്ലാം അടച്ചെടുത്ത് വെച്ചു. ഇനിയിപ്പം ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്താൽ മതി. അപ്പം ഇതിലൊരു അപ്പം ഇതാണ് ആ മുട്ട. 17 താറാവിൻ്റെ മുട്ടയും 3 താറാവിൻ്റെ മുട്ടയും കൊണ്ടുവന്ന് വന്നിട്ട് ഇതാണ് ലെവാനി അട വയ്ക്കാൻ പറഞ്ഞത്. ഞാൻ എല്ലാം ജോയുടെ വീഡിയോയിൽ പറഞ്ഞേക്കണ നിർദ്ദേശങ്ങളനുസരിച്ച് ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അറിയില്ല എങ്ങനെയാവും വരണത്, എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇത് വിരിഞ്ഞാൽ മതിയായിരുന്നു, കാരണം ആദ്യമായിട്ട് ഞാൻ ചെയ്യണതാണിത്. യൂട്യൂബ് വീഡിയോയിൽ പറയണ പോലെ ടെമ്പറേച്ചർ കൺട്രോൾ, ഇത് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്, എത്ര ദിവസം വെക്കേണ്ടി വരും. അപ്പം ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊന്നും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. കാരണം ജോയുടെ 2 ഇൻക്യുബേറ്റർ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ലായിരുന്നോ? അപ്പം അത് എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് വരണേന്ന് നോക്കാം. എത്ര 45 ദിവസമാണ് എനിക്ക് കൃത്യമായിട്ട്, ഞാനത് ഡേറ്റ് ഒന്ന് നോക്കണം, ഇൻ്റർനെറ്റിൽ നോക്കണം. താറാവിൻ്റെ എത്ര ദിവസമാണ്, താറാവിൻ്റെ എത്ര ദിവസമാണ് വിരിയണേന്നൊക്കെ. അപ്പം നോക്കാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബ് ഒന്നും കൂടി ഒന്ന് എന്താ പറയണേ, എസ്റ്റാബ്ലിഷ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം കുറേ നാളായിട്ട് വീഡിയോസൊന്നുമില്ല. ഇനി മാക്സിമം ഞാൻ ഇനിയിപ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയല്ലോ, അപ്പം ഇനി മാക്സിമം ഞാൻ വീഡിയോസ് ഇടാം യൂട്യൂബിൽ. അപ്പോൾ താങ്ക് യു.